ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട് ഏപ്രിൽ മാസത്തിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനെ ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ അതും അവൈലബിൾ ആണ്. പേഴ്സണൽ റീഡിങ്സ് ബുക്കിങ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്. നിങ്ങൾക്കത് ചെക്കൗട്ട് ചെയ്യാം. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. ഇൻസ്റ്റഗ്രാമിലും നിങ്ങൾക്ക് വേണിച്ചാൽ എന്നെ ഫോളോ ചെയ്തിട്ട് അവിടെ മെസ്സേജ് അയക്കാം. നിങ്ങൾക്കൊരു ബുക്കിംഗ് ചെയ്യണം വെച്ചാൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ഉണ്ട്, അതും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മെമ്പർ ആവുമ്പോൾ നിങ്ങൾക്ക് ഇത്ര വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. എല്ലാം റീഡിങ്സ് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ആവും ആൻഡ് നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. നോൺ മെമ്പേഴ്സിന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം ടോറസ്. ആൻഡ് എന്താണ് ഏപ്രിൽ മാസത്തിൻ്റെ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ടോറസ്, നിങ്ങളുടെ ഏപ്രിൽ മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങൾക്ക് ഹാങ്ഡ് മാൻ ആണ്. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ 6 ഓഫ് പെൻറ്റക്കിൾസ്. കറണ്ട് എനർജി നിങ്ങളുടെ ഏപ്രിൽ മാസത്തിൻ്റെ ഡെവിൽ. ഫ്യൂച്ചറിൽ വരാൻ പോണ എനർജി ഹെർമിറ്റ്. ചാലഞ്ചസ് ഏപ്രിലിൻ്റെ 5 ഓഫ് സോർഡ്സ്. അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 9 ഓഫ് കപ്സ്. ഹിഡൻ ഫാക്ടറിൽ, സർപ്രൈസ് ഫാക്ടറിൽ 7 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ഔട്ട്കം ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിൽ ഈ വീഡിയോ തീരണ സമയത്ത് നമ്മൾക്ക് നോക്കാം എന്താണെന്ന്. പക്ഷേ ഹാങ്ഡ് മാൻ ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇത് പൈസീസ് എനർജിയാണ്. ഇതൊരു സ്റ്റാഗ്നേഷൻ്റെ എനർജിയാണ് ആക്ച്വലി. ഈ മാസം സ്റ്റാഗ്നേഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരുമാതിരി ഒരു ബ്രേക്ക് എടുക്കണ എനർജിയാണ്. സ്റ്റാഗ്നേഷൻ നിങ്ങളുടെ കൺട്രോളിലല്ല, പക്ഷേ ബ്രേക്ക് എടുക്കണത് നിങ്ങളുടെ കൺട്രോളിലാണ്. അപ്പോൾ ഇത് നിങ്ങൾ വേണിച്ചിട്ട് ഒരു സിറ്റുവേഷനിൽ ഒരു ബ്രേക്ക് എടുക്കണ എനർജി ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ അടുക്ക ചിലവർ ഒരു ജോലിയുടെ കാര്യത്തിൽ ഒരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിക്കുന്നുണ്ടാവും. അതല്ല വെച്ചാൽ ഒരു റിലേഷൻഷിപ്പിൽ ഏപ്രിൽ മാസത്തിൽ എന്തെങ്കിലും ഒരു സെപ്പറേഷൻ ഉണ്ടാവാം. അപ്പോൾ എന്താണ് ഇതെന്ന് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം. ഇത് ഇതിൻ്റെ മുമ്പേ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു വെച്ചാൽ ഹാങ്ഡ് മാൻ ഹീലിംഗിൻ്റെ എനർജിയും കൂടി ആവാം. അപ്പോൾ നിങ്ങളുടെ മുമ്പത്തെ പറഞ്ഞാൽ ഇതിൻ്റെ മുമ്പേ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ്, അതല്ല വെച്ചാൽ റിലേഷൻഷിപ്പിൽ, കരിയറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു വെച്ചാൽ അതിനൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യാൻ നോക്കുമായിരിക്കും. എന്തോ ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിക്കുമായിരിക്കും. ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഇഷ്യൂസ് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് വെച്ചാൽ ഈ മാസം നിങ്ങൾ വേറെ ഒരു പുതിയ ബിഗിനിങ്ങിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. പക്ഷെ നമ്മളത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഹാങ്ഡ് മാൻ എന്താണ് ഇവിടെ? ടവർ. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു വലിയ ചേഞ്ച് വരാൻ പോകുന്നുണ്ട് ഏപ്രിൽ മാസത്തിൽ. ടവർ ഒരു ഷോക്കിംഗ് ചേഞ്ച് ആണ്. ഹൈറോഫാണ്ട് ഉണ്ട് ഇവിടെ. ഹൈറോഫാണ്ട് ടോറസ് എനർജിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ലൈഫിൽ ഏപ്രിൽ മാസം എന്തോ ഒരു വലിയ ചേഞ്ച് വരാൻ പോകുന്നുണ്ട്, മാറ്റം വരാൻ പോകുന്നുണ്ട്. ഇത് നിങ്ങളുടെ കരിയറിലാവാം, റിലേഷൻഷിപ്പിലാവാം, ഫാമിലി ലൈഫിലായിരിക്കാം, ഹെൽത്തിൻ്റെ കാര്യത്തിലും ആവാം. നമ്മൾക്കിതെന്താ ചേഞ്ച് വരാൻ പോകണമെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 6 ഓഫ് പെൻറ്റക്കിൾസ് ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് ഉണ്ടായിരുന്നില്ല.
കരിയർ നല്ല പോലെ നടക്കുന്നുണ്ടായിരുന്നു വെച്ചാൽ റിലേഷൻഷിപ്പിൽ ബാലൻസ് ഇല്ല, റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല വെച്ചാൽ കരിയറിൽ ശരിയാവുണ്ടായിരുന്നില്ല, എല്ലാം ശരിയാവുണ്ടായിരുന്നു വെച്ചാൽ ഹെൽത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ബാലൻസ് ഉണ്ടായിരുന്നു, എപ്പോഴും ഇംബാലൻസ് എപ്പോഴും ഉണ്ടായിരുന്നു. ഞാനിവിടെ ഫിനാൻഷ്യലി നിങ്ങൾ കുറേ ലോസ് ഉണ്ടായി, കുറേ എക്സ്പെൻസസ് ഉണ്ടായി. അതുമാത്രമല്ല നിങ്ങളുടെ ഈ ഇംബാലൻസ് കാരണം നിങ്ങളുടെ കോൺഫിഡൻസും കുറച്ച് ലോ ആയിരുന്നു. ഇത് ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ടു, പക്ഷെ മറ്റേ പേഴ്സൺ അത്ര എഫേർട്ട് ഇട്ടുണ്ടായില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ആവാം. എന്തായാലും എന്തോ ഒരു സിറ്റുവേഷൻ തീർന്നു ഇവിടെ, എന്നുവെച്ചാൽ ഇവിടെ ഒരു എൻഡിങ് ആണ് ഞാൻ കാണുന്നത്. ഒരു സിറ്റുവേഷൻ നിങ്ങൾ എൻഡ് ചെയ്തു. ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം, ബിസിനസ്സിൻ്റെ സിറ്റുവേഷൻ ആയിരിക്കാം, അതല്ല വെച്ചാൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷേ ഇതിന് നിങ്ങളിപ്പോൾ ഇത് എൻഡ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാനാണ് ശ്രമിക്കണേ. പക്ഷേ ഈ മാസം ഡെവിൽ എനർജിയാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ ഈ ഡെവിൽ കാപ്രിക്കോൺ എനർജിയാണ്, ഇത് ടോക്സിക് എനർജിയാണ്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ? അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ ഒരു ഓഫറാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത്. പക്ഷേ ഈ ഓഫറിൽ എന്തോ ഒരു ഹിഡൻ ഫാക്ടേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാത്ത എന്തോ കാര്യങ്ങളുണ്ട്. അപ്പോൾ സൂക്ഷിക്കണം. എന്നുവെച്ചാൽ ഇത് നിങ്ങൾ കാണുന്ന മാതിരി അല്ല, പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണ മാതിരി അല്ല ഈ റിലേഷൻഷിപ്പ്. ഓക്കെ, എന്തോ ഇവിടെ പ്രശ്നങ്ങളുണ്ട്. എന്നുവെച്ചാൽ ഡെവിൽ ഒരു ടോക്സിക് എനർജിയാണ്. നിങ്ങൾക്ക് ഇതിൽ പ്രശ്നമുണ്ടെന്ന് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല ഇപ്പോൾ തൽക്കാലം. എന്നുവെച്ചാൽ 10 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ, ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. എല്ലാം ഹാപ്പി ആയിട്ടാണ് നിങ്ങൾ മുമ്പോട്ട് പോകണത്. പക്ഷേ ഇവിടെ ഡെവിൽ ഉണ്ടാവുമ്പോൾ സൂക്ഷിക്കണം. എന്നുവെച്ചാൽ ഇതിലെന്തോ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതല്ല വെച്ചാൽ നിങ്ങൾ അറിഞ്ഞിട്ടും അതിനെ ഇഗ്നോർ ചെയ്യണു. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാച്ചാലും നിങ്ങൾ അതിനെ അതിൽ നിങ്ങളുടെ ശ്രദ്ധ ഇല്ല ഇപ്പോൾ. ആൻഡ് അത് പിന്നെയാണ് നിങ്ങൾക്ക് ആ ഇഷ്യൂ കുറച്ചുകൂടിയും ഒരു പ്രോബ്ലം ആവുക. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ ഹെർമിറ്റ് കാണുന്നുണ്ട് ഫ്യൂച്ചറിൽ. അപ്പോൾ ഹെർമിറ്റ് ഒരു ഐസൊലേഷൻ്റെ എനർജിയാണ്, നിങ്ങൾ ആരുടെയും കൂടെ അത്ര സംസാരിക്കുന്നില്ല, ഒരു സെപ്പറേഷൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് ഈ സമയത്തെല്ലാം നല്ല മാതിരി തോന്നും, പക്ഷേ ഫ്യൂച്ചറിൽ ഡെഫിനറ്റ്ലി ആ സിറ്റുവേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാച്ചാൽ അത് പുറത്തു വരും. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ ഹെർമിറ്റാണ് വെർഗോ എനർജി. ഈ എനർജി എന്തിനാണ് ഇവിടെ കാണുന്നത്? അപ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി ഒരു സെപ്പറേഷൻ കാണുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞ മാതിരി ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം, ഫിനാൻഷ്യലി എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യൂല, അങ്ങനത്തെ എനർജി ആവാം. ജോലി വിടാനുള്ള എനർജി അല്ല കാണുന്നത്, പക്ഷേ ചിലപ്പോൾ കമ്പനിയെ പൂട്ടി പോവും, അങ്ങനത്തെ എനർജി. ആൻഡ് അതല്ല വെച്ചാൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടുണ്ടാവും, അങ്ങനെയും ആവാം. പക്ഷേ അതുണ്ടായാലും ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പേടിക്കാൻ അങ്ങനെ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും എൻഡായാലും ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഈ മാസം 5 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ചാലഞ്ച്. അപ്പോൾ 5 ഓഫ് സോഡ്സ് കുറേ നെഗറ്റീവ് എനർജിയാണ്. കുറേ ആൾക്കാർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതല്ല വെച്ചാൽ നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ നെഗറ്റീവ് എനർജീസിൻ്റെ കാരണമാണ് നിങ്ങൾക്ക് ഇത്രയും നഷ്ടം നിങ്ങൾ കാണുന്നത് ഈ മാസം. നിങ്ങൾക്ക് എന്തെങ്കിലും ശരിയാവണില്ല, ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് വെച്ചാൽ ഇത് വേറെ ആൾക്കാർ ഇതിൽ അവർ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു നെഗറ്റീവ് എനർജിയാണ്, ഒരു ജെലസ് എനർജിയാണ്. അപ്പോൾ ചിലവർക്ക് നിങ്ങളുടെ സക്സസ് കാണാൻ അവർക്ക് ഒരു വിഷമമുണ്ട്. പറഞ്ഞാൽ അവർ നിങ്ങളുടെ സക്സസ് കാണുമ്പോൾ അവർ ഹാപ്പി അല്ല. ആൻഡ് അതുകൊണ്ട് ഇവിടെ അവർ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കണു. അപ്പോൾ ഈ 5 ഓഫ് സോഡ്സ്, ഏസ് ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ, ആൻഡ് പേജ് ഓഫ് സോഡ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ന്യൂസും ഇൻഫർമേഷനും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ നെഗറ്റീവ് ഞാൻ പറഞ്ഞ മാതിരി ഈ ആൾക്കാർ നിങ്ങളുടെ ഇടയിലുള്ള
ഈ ജോലിയിലായിരിക്കാം, അതല്ല വെച്ചാൽ പേഴ്സണൽ ലൈഫിലുള്ള ആൾക്കാരായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം. പക്ഷേ ഇവർ എന്തോ നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് ചെയ്യുന്നുണ്ട്, അതല്ല വെച്ചാൽ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. ആൻഡ് അത് പുറത്തു വരാൻ പോകുന്നുണ്ട്. അത് പുറത്തു വരുമ്പോൾ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നില്ല. എന്നുവെച്ചാൽ ഇതൊരു നെഗറ്റീവ് എനർജിയാണ് ആൻഡ് കുറച്ച് വിഷമവുമാവും. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. എന്നുവെച്ചാൽ എന്തോ ഒരു കാര്യം പുറത്തു വരുന്നുണ്ട്. ഇത് ഗോസിപ്പ് അല്ല വെച്ചാൽ എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് ഇങ്ങനത്തെ അവർ നിങ്ങളുടെ ഫ്രണ്ട്സാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷെ അവർ തന്നെയാണ് നിങ്ങളുടെ ലൈഫ് തകർക്കാൻ നോക്കണത്. ആ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ കുറച്ചൊരു വിഷമം ഉണ്ടാവാൻ വഴിയുണ്ട്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. പക്ഷേ യൂണിവേഴ്സ് പറയണത് ഇവിടെ അഡ്വൈസ് എന്താ വെച്ചാൽ നിങ്ങൾക്കൊന്നും പേടിക്കാനില്ല. എന്നുവെച്ചാൽ ഇവരൊക്കെ നെഗറ്റീവായി കാര്യങ്ങൾ ചെയ്താലും നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങളുടെ എന്തോ ഒരു വിഷ് ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ ഇപ്പോൾ പറഞ്ഞാൽ അത് വേഗം ഉണ്ടാവും. പറഞ്ഞാൽ ഏപ്രിലല്ല വെച്ചാലും മെയിൽ ഡെഫിനറ്റ്ലി എന്തോ ഒരു പോസിറ്റീവ് ന്യൂസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. സ്റ്റാർ, അപ്പോൾ സ്റ്റാർ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് എനർജിയാണ്, ഒരു ഹീലിംഗിൻ്റെ എനർജിയാണ്. ഒരു പാസ്റ്റ് പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, വേറെ ആൾക്കാർ ഇവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റ് ആയിച്ചാലും ഫ്യൂച്ചറിൽ ആദ്യം നിങ്ങൾ റീകൺസൈൽ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ റീകൺസിലിയേഷൻ ഉണ്ട് ഒരു പാസ്റ്റ് പേഴ്സൻ്റെ കൂടെ. ആൻഡ് ഈ മാസം ഹിഡൻ ഫാക്ടറിൽ ഞാൻ കാണുന്നത് 7 of Cups ആണ്. കുറേ ടെംപ്റ്റേഷൻസ്, കുറേ കൺഫ്യൂഷൻ, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത സ്ഥിതിയാണ് ഈ മാസം. പറഞ്ഞാൽ അങ്ങനത്തെ എനർജീസാണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ കേട്ടാലും എന്തെങ്കിലും നെഗറ്റീവായി ഇൻഫർമേഷൻ ഇല്ലാച്ചാൽ എന്തെങ്കിലും ഗോസിപ്പ് ഇല്ലാച്ചാൽ കുറേ കൺഫ്യൂസ്ഡ് മനസ്ഥിതിയിലാണ് നിങ്ങൾ. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കരുത് ഈ സമയത്ത്. എന്നുവെച്ചാൽ എന്തെങ്കിലും ഡിസിഷൻ എടുത്താലും അത് ചിലപ്പോൾ ഒരു ശരിയായ ഡിസിഷൻ ആവില്ല. നിങ്ങളുടെ മനസ്സിൽ ഈ മാസം ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ക്ലാരിറ്റി കിട്ടണ വേറെ എല്ലാം ലോങ് ടേം സീരിയസ് ഡിസിഷൻസൊക്കെ കുറച്ച് അതെടുക്കാണ്ടേ നോക്കുക. ഓക്കെ, എന്നുവെച്ചാൽ ഈ മാസം അതിന് വേണ്ടിയിട്ട് ശരിയല്ല. എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കണം വെച്ചാൽ മേ ബി ഏപ്രിൽ കഴിഞ്ഞിട്ട് മതി എടുക്കുക. അതല്ല വെച്ചാൽ നിങ്ങൾ ഷുവറാണ് വെച്ചാൽ പറഞ്ഞാൽ ഇതന്നെയാണ് കൺഫേം ചെയ്തു വെച്ചാൽ വേറെ ആൾക്കാർ ഈ കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് വേണിച്ച ഒരു ഡിസിഷൻ എടുക്കാം. പക്ഷേ എത്രയും അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നു വെച്ചാൽ അത് ചെയ്യുക. ഇവിടെ 10 of Swords ഉണ്ട്. ഒരു ഡിസപ്പോയിൻമെൻ്റ് എനർജിയാണ്, ഒരു എൻഡിങ്ങിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. ഞാൻ പറഞ്ഞ മാതിരി ഒരു ബിട്രേഡ് മാതിരി ഒരു ഫീലിംഗ് ഉണ്ടാവും നിങ്ങൾക്ക്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ തന്നെയാണ് നിങ്ങളുടെ അഗൻസ്റ്റായി ഇവിടെ വർക്ക് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ കലീഗ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, ഫാമിലി മെമ്പേഴ്സ് ആവാം. അത് ആരാണ് എക്സാക്ട്ലി എന്ന് പറയാൻ ഡിഫിക്കൾട്ടാണ്. എന്നുവെച്ചാൽ ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് 7 of Pentacles. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ മാസം കുറച്ചൊരു വെയിറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ ഈ മാസം ഒരു ലോങ് ടേം ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു മാസമല്ല. ഓക്കെ, എന്തെങ്കിലും ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കണം വെച്ചാൽ ഏപ്രിൽ കഴിഞ്ഞിട്ട് മതി എന്തെങ്കിലും തീരുമാനിക്കുക. എന്നുവെച്ചാൽ ഈ മാസം ഒരു ഡിസിഷൻ എടുത്താൽ അത് കുറച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവാൻ വഴിയുണ്ട്. ഇതൊരു ചാലഞ്ചിങ് മന്ത് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ചില ചാലഞ്ചസ് ഉണ്ട്. അതിനെ ബോൾഡായി ഫേസ് ചെയ്യുക ആൻഡ് അതിനെ ഹാൻഡിൽ ചെയ്യാൻ നോക്കുക. ഫിനാൻഷ്യലി ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ ലൈഫിൽ കുറേ അബണ്ടൻസ് വരുന്നുണ്ട്. പക്ഷേ റിലേഷൻഷിപ്സിലാണ് കുറച്ചുകൂടിയും എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഈ സെറ്റ് ബാക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ റിലേഷൻഷിപ്സ് സൂക്ഷിക്കുക. ഫിനാൻസസിൽ അങ്ങനെ പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇപ്പോൾ നമ്മൾക്കൊരു ഒറക്കിൾ മെസ്സേജ് നോക്കാം എന്താണെന്ന്. ഇവിടെ ലിയോ എനർജി ഉണ്ട്, പൈസീസ് ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്, സ്കോർപ്പിയോ എനർജി ഉണ്ട്, അക്വേറിയസ് ഉണ്ട്, വെർഗോ, അപ്പോൾ എന്താണ് നിങ്ങളുടെ മെസ്സേജ് ഇവിടെ? ഒറക്കിൾ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് അത് ഏപ്രിൽ മാസത്തിലായിരിക്കാം ഈ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ
ഇംപ്രൂവിങ് ഹെൽത്തും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞ മതി പ്രശ്നങ്ങളുണ്ടായിരുന്നു വെച്ചാൽ അത് ഡെഫിനറ്റ്ലി ഒരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാവും. അതിനെക്കുറിച്ചായിരിക്കും ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അതല്ല വെച്ചാൽ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരാൻ വഴിയുണ്ട്. നല്ല പോസിറ്റീവ് മാറ്റമാണ് ഇത്. പക്ഷേ റിലേഷൻഷിപ്സിൽ കുറച്ച് സൂക്ഷിക്കണം ഈ മാസം. ഫിനാൻഷ്യലിയും ഞാൻ കാണുന്നത് നല്ല സമയമാണ്. അപ്പോൾ ടോറസ്, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എൻ്റെ ചാനലിലെ മെമ്പർ ആവണം വെച്ചാൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.